കുന്തിപുത്രരായ പാണ്ഡവർ, യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, കൂടാതെ മാതൃപുത്രരായ നകുലനും സഹദേവനും. മഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പാണ്ഡവരുടെ പത്നിമാർ ആരെല്ലാമായിരുന്നു? ഇവർക്ക് പത്നിമാരായി പാഞ്ചാലി മാത്രമായിരുന്നോ? പാഞ്ചാലി അല്ലാതെ ഇവർ ആരെയൊക്കെ വിവാഹം കഴിച്ചു? അവരിൽ ഇവരുടെ പുത്രന്മാർ ആരെല്ലാം? പാണ്ഡവരുടെ പത്നിമാരുടെ കഥ വിശദമായി അറിയുന്നതിനായി വീഡിയോ മുഴുവനായി കാണുക. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മഹാഭാരതത്തിൽ പാണ്ഡവർക്ക് നിരവധി പത്നിമാരുണ്ടായിരുന്നു. എന്നാൽ അവരിൽ പ്രസിദ്ധയായവൾ ദ്രൗപദി എന്ന പാഞ്ചാലിയായിരുന്നു. പാണ്ഡവർ ദ്രുപദപുത്രിയായ പാഞ്ചാലിയെ വിവാഹം കഴിച്ചത് സ്വയംവരത്തിലൂടെയായിരുന്നു. അർജുനൻ പാഞ്ചാലിയെ വിവാഹം കഴിച്ച ശേഷം മാതാവായ കുന്തിയുടെ നിർദ്ദേശപ്രകാരം 5 പാണ്ഡവരുടെയും പത്നിയായി മാറിയ കഥ ഏവർക്കും അറിയുന്നതിനാൽ ആ കഥ വിശദമായി ഈ വീഡിയോയിൽ പറയുന്നില്ല. ദ്രൗപദിക്ക് ഓരോ പാണ്ഡവനിൽ നിന്നും ഓരോ പുത്രന്മാർ ജനിച്ചു. പാഞ്ചാലിക്ക് യുധിഷ്ഠിരനിൽ നിന്ന് പ്രതിവിന്ധ്യൻ, ഭീമനിൽ നിന്ന് സുതസോമൻ, അർജുനനിൽ നിന്ന് സുതകീർത്തി, നകുലിൽ നിന്ന് ശതാനികൻ, സഹദേവനിൽ നിന്ന് ശ്രുതസേനൻ എന്നീ പുത്രന്മാർ പിറന്നു. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാന ദിവസം അർദ്ധരാത്രി പാഞ്ചാലിയുടെ 5 പുത്രന്മാരെയും ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് വധിച്ചു. യുധിഷ്ഠിരൻ പാഞ്ചാലിയെ കൂടാതെ നിരവധി സ്ത്രീകളെ വിവാഹം കഴിച്ചതായി പറഞ്ഞിരിക്കുന്നു. അവരിൽ പ്രധാനികളാണ് ദേവികയും സുലഭയും. ശൗരസേന രാജാവ് എന്നറിയപ്പെടുന്ന യാദവ രാജാവിന്റെ പുത്രിയായിരുന്നു ദേവിക. കുരുക്ഷേത്ര യുദ്ധത്തിന് മുൻപ് തന്നെ പാണ്ഡവർ ഭാരതത്തിലെ നിരവധി രാജ്യങ്ങളുമായി രാഷ്ട്രീയ ബന്ധമുറപ്പിക്കുവാൻ ശ്രമങ്ങൾ നടത്തി. അതിന്റെ ഭാഗമായി ശ്രീകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യുധിഷ്ഠിരൻ ശൗരസേന രാജാവിന്റെ പുത്രിയായ ദേവികയെ വിവാഹം കഴിച്ചു. ഈ വിവാഹം ഒരു തരത്തിൽ രാഷ്ട്രീയ സഖ്യം ചേരലായിരുന്നു. പാണ്ഡവരും യാദവരും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഈ വിവാഹത്തിന്റെ ലക്ഷ്യം. ഹരിവംശപുരാണം 93-ാം അധ്യായം സൂചിപ്പിക്കുന്നതനുസരിച്ച് പാണ്ഡവർ വനവാസം കഴിഞ്ഞ് വരാൻ പോകുന്ന മഹായുദ്ധത്തിന് തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുവാനായി നിരവധി രാജാക്കന്മാരുമായി സൗഹൃദം സ്ഥാപിച്ചു. അപ്രകാരം യാദവരുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരുന്നു യുധിഷ്ഠിരൻ ദേവികയെ വിവാഹം കഴിച്ചത്. ദേവിക ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. പാണ്ഡവരുടെ പ്രധാന പത്നിയായ പാഞ്ചാലിയായിരുന്നു രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നത്. ദേവിക ഗൃഹനിർവഹണത്തിലും ധർമാനുഷ്ഠാനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച സ്ത്രീയായിരുന്നു. ദേവികയുടെ സ്വഭാവം ശാന്തതയും മൃദുലതയും നിർമ്മലവുമായിരുന്നു. അതിനാൽ തന്നെ തൻ്റെ പതിയിൽ അമിത അധികാരം കാണിച്ചിരുന്ന പാഞ്ചാലിയോട് പോലും ദേവിക സൗഹൃദം പുലർത്തി. അതിനാൽ തന്നെ കൊട്ടാരത്തിലെ എല്ലാവരുമായി സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന ദേവികയെ മഹാഭാരതത്തിൽ അധികമൊന്നും പരാമർശിച്ച് കാണുന്നില്ല. കാരണം മഹാഭാരതത്തിലെ സംഘർഷ രംഗങ്ങളിൽ ഒന്നിലും ദേവികയെ കാണുവാൻ കഴിയില്ല. ശാന്തി പർവ്വത്തിൽ ധാർമ്മിക ചാരിത്രവതിയായ സ്ത്രീ എന്നും സത്യവ്രതാനുഷ്ഠാനശീലയായ രാജ്ഞി എന്നും ദേവികയെ വിശേഷിപ്പിച്ചിരിക്കുന്നു. യുധിഷ്ഠിരൻ ദേവികയോട് നിഷ്കാമവും ധാർമ്മികവുമായ സ്നേഹം പുലർത്തി. ദേവികയ്ക്ക് പതിയുടെ ധർമ്മനിഷ്ഠയോട് ആഴത്തിലുള്ള ബഹുമാനമുണ്ടായിരുന്നതായി പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. യുധിഷ്ഠിരന്റെയും ദേവികയുടെയും പുത്രനായിരുന്നു യൗവനാശ അഥവാ യോധാനാമൻ. ഇദ്ദേഹം കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷമുള്ള ഭരണകാര്യങ്ങളിൽ യുധിഷ്ഠിരനെ സഹായിച്ചു. പാഞ്ചാലിയുടെ തീക്ഷ്ണ സ്വഭാവത്തിനു വിരുദ്ധമായി ശാന്തിയും സഹനവും പ്രതിനിധീകരിക്കുന്ന സ്ത്രീയായാണ് ദേവികയെ ചിത്രീകരിച്ചിരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധശേഷം ദേവികയും മറ്റു പത്നിമാരും യുധിഷ്ഠിരന്റെ രാജഭവനത്തിൽ ജീവിച്ചു. യുധിഷ്ഠിരൻ രാജ്യം ഉപേക്ഷിച്ച് മഹാപ്രസ്ഥാനത്തിന് പോയപ്പോൾ ദേവിക തന്റെ പിതാവിന്റെ രാജ്യത്തിലേക്ക് മടങ്ങി. ദേവികയുടെ അന്ത്യം ധാർമ്മിക വ്രതങ്ങൾ ആചരിച്ചുകൊണ്ടുള്ള സ്വാഭാവിക മരണമായിരുന്നു എന്ന് അനുശാസന പർവം സൂചിപ്പിക്കുന്നു. യുധിഷ്ഠിരന്റെ മറ്റൊരു പത്നിയായ സുലഭ പുരാണങ്ങളിൽ പറയുന്ന പ്രകാരം വൈദേശിക വംശത്തിൽപ്പെട്ട ഒരു യോഗിനി അല്ലെങ്കിൽ തപസ്സിനി ആയിരുന്നു. എന്നാൽ ചില ആഖ്യാനങ്ങളിൽ ഇവളെ മിഥിലയുടെ രാജകുമാരി എന്നും
മറ്റു ചിലവയിൽ ഇവളെ ബ്രഹ്മചാരിണിയായ തത്വചിന്തക എന്ന നിലയിലും പറഞ്ഞിരിക്കുന്നു. യുദ്ധം കഴിഞ്ഞ് യുധിഷ്ഠിരൻ രാജസിംഹാസനത്തിൽ വാഴുമ്പോൾ അദ്ദേഹത്തിന് ഭൗതികമായ സമൃദ്ധി ഉണ്ടായിരുന്നു എങ്കിലും അവന്റെ മനസ്സിൽ യുദ്ധത്തിന്റെ കുറ്റബോധവും ധർമ്മവിചാരവും നിറഞ്ഞു നിന്നു. അങ്ങനെ ആത്മസംഘർഷം നേരിടുന്ന യുധിഷ്ഠിരന്റെ അരികിലേക്കാണ് സുലഭ എത്തുന്നത്. അവൾ യുധിഷ്ഠിരനോട് ധർമ്മവും ആത്മനിഷ്ഠയും സംബന്ധിച്ച ദീർഘമായ ചർച്ചകൾ നടത്തി. യുധിഷ്ഠിരനും സുലഭയും തമ്മിൽ ആത്മീയ ബന്ധം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് വിവാഹ രൂപത്തിലോ ഭൗതിക ബന്ധത്തിലോ ആയിരുന്നില്ല എന്ന് ചില പണ്ഡിതർ പറയുന്നു. എങ്കിലും ചില പ്രാദേശിക ആഖ്യാനങ്ങൾ പ്രകാരം ഈ ബന്ധത്തെ ഗന്ധർവ വിവാഹം എന്ന് വിശേഷിപ്പിക്കുന്നു. ഇവർക്ക് മക്കൾ ഉണ്ടായിരുന്നതായി എങ്ങും പറഞ്ഞു കാണുന്നില്ല. ഭീമന്റെ പ്രധാന പത്നി പാഞ്ചാലി ആയിരുന്നുവെങ്കിലും വനവാസകാലത്ത് രാക്ഷസിയായ ഹിഡുംബിയെ ഭീമൻ വിവാഹം കഴിക്കുകയും ഇവർക്ക് ഘടോത്കചൻ എന്ന പുത്രൻ പിറക്കുകയും ചെയ്തു. ഈ ഘടോത്കചൻ പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ കർണനാൽ വധിക്കപ്പെട്ടു. ഹിഡുംബിയുടെ മരണത്തെപ്പറ്റി വ്യക്തമായ വിവരങ്ങൾ മഹാഭാരതത്തിൽ നിന്ന് ലഭ്യമല്ല. എങ്കിലും പല പ്രാദേശിക കഥകൾ പ്രകാരം കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ചില രാക്ഷസന്മാർ പാണ്ഡവരെ ആക്രമിക്കാൻ ഒരുങ്ങുകയും അവരെ തടയുവാൻ ശ്രമിച്ച ഹിഡുംബി മരണപ്പെടുകയും ചെയ്തു എന്ന് ഒരു കഥ. മകനായ ഘടോത്കചൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ചതിന് ശേഷം ഹിഡുംബിയുടെ മനസ്സ് തകരുകയും അവൾ കാട്ടിൽ ഏകാന്തവാസം ചെയ്ത് വാർദ്ധക്യത്താൽ സ്വാഭാവിക മരണം സംഭവിച്ചു എന്നും മറ്റൊരു കഥയും കാണുന്നു. എന്നാൽ ഏറ്റവും വിശ്വസനീയമായ കഥപ്രകാരം മകൻ നഷ്ടപ്പെട്ട ഹിഡുംബി കാട്ടിൽ ദീർഘമായ തപസ്സിലേർപ്പെടുകയും പിന്നീട് അവളുടെ തപശക്തിയാൽ ദേവതാരൂപത്തിൽ ലയിക്കുകയും ചെയ്തു എന്നതാണ്. അതുകൊണ്ടാവാം ഹിഡുംബിയുടെ പേരിൽ ക്ഷേത്രങ്ങൾ ഉള്ളതും അവളെ ദേവിയായി ആരാധിക്കപ്പെടുന്നതും. ഭീമന്റെ മറ്റൊരു പത്നിയായിരുന്നു കാശി രാജകുമാരിയായ വാലന്ധര അഥവാ വളന്ധര. അത്യന്തം സൗന്ദര്യവതിയും ധീരയുമായ രാജകുമാരിയായിരുന്നു വാലന്ധര. കാശി രാജാവിന്റെ ഏക പുത്രിയായിരുന്നു ഇവൾ. ഇവരുടെ വിവാഹത്തെപ്പറ്റിയുള്ള കഥ ഇപ്രകാരം: കാശി രാജാവിന് തൻ്റെ പുത്രിയെ ധൈര്യത്തിലും ശക്തിയിലും പ്രശസ്തനായ ഒരാളെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നതായിരുന്നു ആഗ്രഹം. പാണ്ഡവരെ പറ്റി അറിഞ്ഞ കാശി രാജാവിന് അവരിൽ ഏറ്റവും ശക്തനായ ഭീമന് തൻ്റെ പുത്രിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം തോന്നി. തുടർന്ന് രാജാവ് സ്വയംവരം നടത്തുകയും ആ സ്വയംവരത്തിൽ പങ്കെടുത്ത എല്ലാ രാജാക്കന്മാരെയും ശക്തിയിൽ പിന്നിലാക്കി ഭീമൻ വാലന്ധരയെ വിവാഹം കഴിക്കുകയും ചെയ്തു. വാലന്ധരയ്ക്ക് ഭീമനിൽ പിറന്ന പുത്രനായിരുന്നു സർവകൻ. ഇവൻ ധർമ്മിഷ്ഠനായ രാജകുമാരനായിരുന്നു. കാശി രാജ്യത്തിന്റെ ഭരണത്തിലും സൈനിക ശക്തിയിലും മികച്ച പങ്കുവഹിച്ച സർവകൻ പാണ്ഡവർ മഹാപ്രസ്ഥാനത്തിന് പോയ ശേഷം നിലനിന്ന പ്രധാന പാണ്ഡവ വംശജരിൽ ഒരാളെന്ന നിലയിൽ പുരാണങ്ങളിൽ പരാമർശിക്കുന്നു. വാലന്ധരയുടെ മരണത്തെപ്പറ്റി മഹാഭാരതത്തിൽ പരാമർശിച്ച് കാണുന്നില്ല. എന്നാൽ പ്രാദേശിക കഥകൾ പ്രകാരം യുദ്ധശേഷം വാലന്ധര കാശി രാജ്യത്തേക്ക് പോവുകയും പുത്രനോടൊപ്പം കാശി രാജ്യം ഭരിക്കുകയും ഒടുവിൽ വാർദ്ധക്യത്താൽ സ്വാഭാവിക മരണം സംഭവിക്കുകയും ചെയ്തു. അർജുനന്റെ പ്രധാനപ്പെട്ട പത്നിമാരായിരുന്നു പാഞ്ചാലി, സുഭദ്ര, ഉലൂബി, ചിത്രാംഗത തുടങ്ങിയവർ. ശ്രീകൃഷ്ണ സഹോദരയായ സുഭദ്രയെ അർജുനൻ വിവാഹം കഴിച്ചു. ഇവർക്ക് ജനിച്ച പുത്രനായിരുന്നു അഭിമന്യു. വനവാസകാലത്ത് അർജുനൻ ഗംഗാനദിക്കരയിൽ വെച്ച് നാഗകന്യകയായ ഉലൂബിയെ കാണുകയും അവളിൽ അനുരാഗം തോന്നിയ അർജുനൻ നാഗലോകത്ത് വസിക്കുകയും അവർക്ക് ഇരാവാൻ എന്ന ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. പിന്നീട് അർജുനൻ മണിപുരം എന്ന രാജ്യത്തെ രാജകുമാരിയെ വിവാഹം കഴിക്കുകയും ഇവർക്ക് ബഭ്രുവാഹനൻ എന്ന ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. അർജുന പത്നിമാരെ പറ്റിയുള്ള വിശദമായ വീഡിയോകൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വീഡിയോയിൽ അർജുന പത്നിമാരെ പറ്റി പരാമർശിക്കുന്നില്ല. പാണ്ഡവരിലെ നാലാമനായ നകുലൻ സൗന്ദര്യത്തിൻ്റെയും വിനയത്തിൻ്റെയും പ്രതീകമായ രാജകുമാരനായിരുന്നു. അശ്വനി ദേവകളുടെ അനുഗ്രഹത്താൽ പിറന്ന നകുലനും സഹദേവനും ചേർന്ന് അശ്വനി കുമാരന്മാർ എന്നറിയപ്പെടുന്നു. നകുലൻ തൻ്റെ സൗന്ദര്യത്താൽ മാത്രമല്ല സ്വഭാവ സൗമ്യതയിലും പ്രശസ്തനായിരുന്നു. അദ്ദേഹം മാതാവായ മാദ്രിയോടുള്ള അതിയായ സ്നേഹത്താൽ സഹോദരങ്ങളിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. ധർമ്മം, വിശ്വാസം, ആത്മസമർപ്പണം എന്നിവയായിരുന്നു നകുലന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ.
നകുലന്റെ പത്നിമാരായിരുന്നു പാഞ്ചാലി, കാരണമിതി, റിനു എന്നിവർ. നകുലനും കാരണമിതിയും തമ്മിലുള്ള വിവാഹത്തിന്റെ വിശദാംശങ്ങൾ മഹാഭാരതത്തിൽ നേരിട്ട് പ്രതിപാദിക്കുന്നില്ല. പക്ഷേ ഹരിവംശപുരാണം, പത്മപുരാണം, പ്രാദേശിക മഹാഭാരത ആഖ്യാനങ്ങൾ എന്നിവയിൽ ഈ ബന്ധം വിശദമായി പ്രതിപാദിക്കുന്നു. കാരണമിതി ചേതി രാജ്ഞിയായിരുന്നു. ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ശിശുപാലന്റെ സഹോദരിയായിരുന്നു ഇവൾ. ഇവളുടെ പിതാവായ ധമഘോഷനും സഹോദരനും മരിച്ച ശേഷം ചേതി രാജ്യം രാഷ്ട്രീയമായി അസ്ഥിരമായി. രാജകുമാരിയായ കാരണമിതി തൻ്റെ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായി ഒരു കൂട്ടാളിയെ തേടി. ഈ സമയം ശക്തരായ പാണ്ഡവരിൽ ഏറ്റവും സൗന്ദര്യവാനും അശ്വയുദ്ധത്തിൽ അതീവ പ്രാവീണ്യമുള്ളവനുമായ നകുലനെ വിവാഹം കഴിക്കുവാൻ ചേതി രാജ്ഞി തീരുമാനിച്ചു. കുരുവംശവും ചേതി രാജവംശവും തമ്മിലുള്ള സൗഹൃദം വർദ്ധിപ്പിക്കുന്നതിനായി പാണ്ഡവരും ഈ വിവാഹത്തിന് തയ്യാറായി. കാരണമിതി ധീരയും ധർമ്മിഷ്ഠയും ബുദ്ധിമതിയുമായ ഒരു രാജ്ഞിയായിരുന്നു. അവൾ തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനും രാജ്യധർമ്മം പാലിക്കുന്നതിനും മികച്ചു നിന്നു. നകുലനുമായുള്ള വിവാഹത്തിലൂടെ കാരണമിതിക്ക് പിറന്ന പുത്രനായിരുന്നു നിർമ്മാതി. കുരുക്ഷേത്ര യുദ്ധാനന്തരം ചേതി രാജ്യം ഭരിച്ചത് നിർമ്മാതിയായിരുന്നു എന്ന് ചില ആഖ്യാനങ്ങളിൽ കാണുന്നു. നകുലൻ മഹാപ്രസ്ഥാനത്തിന് പുറപ്പെട്ടപ്പോൾ കാരണമിതി പുത്രൻ ഭരിക്കുന്ന ചേതി രാജ്യത്തേക്ക് മടങ്ങിപ്പോവുകയും ശിഷ്ടകാലം പുത്രനോടൊപ്പം കഴിച്ചുകൂട്ടുകയും ചെയ്തു. മഹാഭാരതത്തിൻ്റെ യഥാർത്ഥ സംസ്കൃത ഗ്രന്ഥങ്ങളിലും ഹരിവംശ പുരാണത്തിലോ മറ്റു പ്രധാനപ്പെട്ട പുരാണങ്ങളിലോ നകുലന്റെ പത്നിയായി റിനു എന്ന പേര് ആരെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല. റിനു എന്നത് മഹാഭാരതത്തിലെ ഔദ്യോഗിക കഥാപാത്രമല്ല. പക്ഷെ ചില പ്രാദേശിക ആഖ്യാനങ്ങൾ, ജനകീയ കഥകൾ, ഭക്തിപ്രധാനമായ കവിതകൾ എന്നിവയിൽ നകുലനെയും റിനുവിനെയും കുറിച്ച് പരാമർശിച്ച് കാണുന്നു. അവയിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രകാരം റിനു എന്നത് ഒരു അപ്സര സ്ത്രീയായിരുന്നു. അവളുടെ സൗന്ദര്യവും ധീരതയും നകുലനെ ആകർഷിച്ചു. റിനുവും അശ്വയുദ്ധത്തിൽ നിപുണയായിരുന്നു. വനവാസകാലത്ത് നകുലൻ വടക്കൻ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ റിനുവിനെ കണ്ടുമുട്ടുകയും ദേവലോകത്തു നിന്നും ഭൂമിയിലേക്ക് വന്ന അവൾക്ക് നകുലന്റെ വിനയവും ധർമ്മനിഷ്ഠയും സൗന്ദര്യവും കണ്ട് അവനിൽ അനുരാഗം ജനിക്കുകയും ചെയ്തു. തുടർന്ന് അവർ ഗന്ധർവ വിവാഹം നടത്തി. ഈ ബന്ധത്തിൽ ഇവർക്ക് നിർമ്മിതി അഥവാ സുരവതി എന്ന പുത്രി ജനിച്ചു എന്ന് പറയപ്പെടുന്നു. എങ്കിലും ഇതിന് ആധികാരികത കുറവാണ്. മഹാഭാരതത്തിലെ സഹദേവന്റെ പത്നിമാരായിരുന്നു പാഞ്ചാലിയും വിജയയും ജ്യോത്സനയും. മഹാഭാരതത്തിൽ വിജയയെയും ജ്യോത്സനയെയും പറ്റി ചുരുങ്ങിയ രീതിയിൽ മാത്രമേ പരാമർശിച്ച് കാണുന്നുള്ളൂ. പക്ഷേ ഇവരെ പറ്റിയുള്ള വിശദാംശങ്ങൾ പുരാണങ്ങൾ, പ്രാദേശിക ആഖ്യാനങ്ങൾ, ഹരിവംശം തുടങ്ങിയ കൃതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സഹദേവന്റെ പത്നിയായ വിജയ മാദ്രദേശ രാജാവായ ശല്യരുടെ പുത്രിയായിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിനു മുൻപ് പാണ്ഡവർ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ഈ വിവാഹം നടത്തി. ശല്യർ സഹോദരിയായ മാദ്രിയുടെ മകനെ തൻ്റെ പുത്രിയുടെ പതിയായി സ്വീകരിച്ചു. യുദ്ധകാലത്ത് ശല്യർ കൗരവപക്ഷത്തായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ പാണ്ഡവപക്ഷത്തോടുള്ള ആത്മബന്ധം നിലനിർത്താൻ ഈ വിവാഹം കാരണമായി. ഇവർക്ക് ജനിച്ച പുത്രനായിരുന്നു സോമക. ഇദ്ദേഹമായിരുന്നു യുദ്ധാനന്തരം മാതൃദേശം ഭരിച്ചത്. സഹദേവന്റെ പത്നിയായ ജ്യോത്സന ചന്ദ്രവംശ രാജകുമാരി ആയിരുന്നു എന്ന് ഹരിവംശ പുരാണത്തിലെ ചില ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ചില ആഖ്യാനപ്രകാരം ജ്യോതിഷത്തിൽ അതികേമനായ സഹദേവൻ വനവാസകാലത്ത് കണ്ടുമുട്ടിയ ദേവസ്ത്രീയായിരുന്നു ജ്യോത്സന. തുടർന്ന് ഇരുവരും ഗന്ധർവ വിവാഹം കഴിക്കുകയും ഇവർക്ക് സുഹോത്ര എന്ന ഒരു പുത്രൻ ജനിച്ചതായും പുരാണങ്ങളിൽ കാണുന്നു.